എൻ്റെ പേര് ജമാലുദ്ദീൻ എന്നാണ്. മലപ്പുറം തിരുവിതാംകാട് സ്വദേശി. ഞാനൊരു 12 വർഷം ഫിഷ് എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് അത് കഴിഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി ഒരു ഫിഷ് മീറ്റ് ഇ കോമേഴ്സ് ചെയ്യണ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തു. അപ്പൊ അതിലൊരു പുതിയൊരു കോൺസെപ്റ്റ് എന്നുള്ളതിലേക്ക് നമ്മൾക്കൊരു ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടിന് ഒരു സൊല്യൂഷൻ എന്നുള്ളത്, പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളിലേക്കൊട്ടൊക്കെ ഇറങ്ങുന്നവർക്ക് നമ്മളെ കൂടെ അവർക്ക് എക്സ്പോ ബാംഗ്ലൂർ പറഞ്ഞിട്ടൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ മീറ്റിൽ വന്നത്. അതില് എക്സ്പോ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ കൂടെ താമസിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കും. അവർ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി കൊടുത്തിട്ട് ചുരുങ്ങിയ കാലയളവ് വലിയ സ്വപ്നങ്ങളായിട്ട് വരുന്നവർക്ക് തുടക്കകാലം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സപ്പോർട്ട്, നമ്മളെ ഓഫീസ് ഫെസിലിറ്റീസ്, നമ്മളെ ബാക്കിയുള്ള ടീമുകളായിട്ടൊക്കെ കണക്ട് ചെയ്ത് അവരുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് പ്രവർത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എക്സ്പോ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നിലവില് നമ്മളെ അടുത്ത് കമ്പനി സെക്രട്ടറി ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരാൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവരൊരു പ്രോട്ടീൻ ബാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റാർട്ടപ്പ് ഉദ്ദേശം. അതിന്റെ MVP ലെവലിലാണുള്ളത്. അപ്പോൾ കുറച്ച് സ്റ്റെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ സമീപിച്ചത്. അപ്പോൾ അത് നമുക്ക് ഈ ആശയങ്ങളൊക്കെ കിട്ടിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കോൺസെപ്റ്റ് ചെയ്തത്. ഇപ്പൊ 3-4 പേര് അവിടെ വന്നിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അതില് ഈ ഈ കമ്പനി സെക്രട്ടറി ആയിട്ട് വന്ന ആള് നിലവില് ചെറിയ രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ ഓരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അവന്റെ നെറ്റ്വർക്കിംഗ് അതിന് അടിയിൽ സമയം കാണും, പോകാൻ പറ്റും, നമ്മൾ അലൗഡ് ആണ്. പിന്നെ ആഴ്ചയിൽ നമ്മൾ തന്നെ ഒരു ഷെഡ്യൂൾ കൊടുക്കും, പുറത്തു പോകാനും കറങ്ങാനുമുള്ള ആ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പോയി കാണാൻ പറ്റും, മനസ്സിലാക്കുക. ആ ഒരു ഉദ്ദേശത്തിലാണ്. കൂടുതൽ വലിയ സ്വപ്നങ്ങളും ആ കാര്യങ്ങളൊക്കെ ആയി വരുന്നവർക്ക് നമ്മളെ ഭാഗത്ത് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളവർക്കാണ് ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു 2-3 months അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് ക്ലാരിറ്റി കിട്ടുന്ന സമയത്ത് അവർക്ക് ഇത് ഒഴിവാക്കിയിട്ട് റൂട്ടിലോട്ട് പോകാം. അതിന്റെ ഇടയിൽ തന്നെ അവർ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മാക്സിമം വിത്തൗട്ട് എക്സ്പെൻസിൽ ബാംഗ്ലൂരിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പ് ഇവന്റുകളെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ളൊരു ഫെസിലിറ്റീസും അതിന്റെ ഇടയിൽ നിന്ന് അവർക്ക് കിട്ടും. നമുക്ക് സ്റ്റാഫ് അക്കോമഡേഷനിലുണ്ട്, അതിന്റെ കൂടെ അവരെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളല്ല, ഒരു ഒന്നുകിൽ പഠനത്തിൽ തുടങ്ങണ സമയം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതിലുള്ളവർ, പിന്നെ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരാണെങ്കിൽ അല്ല, അവര് അവിടെ ജോലിയുണ്ട്. അവര് വരുന്ന ദിവസം മുതൽ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി, താമസം ഭക്ഷണം, പിന്നെ ഇതിന് വേണ്ടിയിട്ട് കറങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സാലറി ഉണ്ട്. അവര് ചെയ്യുന്ന ജോലിക്ക് നമ്മളെ പാക്കേജിലുള്ളത് പോലത്തെ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സാലറി രീതിയിലുള്ള പാക്കേജ് കൊടുക്കും. ഇപ്പോ ഈ CS കമ്പനി സെക്രട്ടറിക്ക് എന്ന് പറയുമ്പോൾ ഓഫീസിൽ ഫിഷിന്റെ ഇ കോമേഴ്സ് ആണ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് 6 മാസം ആയിട്ടുള്ളൂ. ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചെയ്യും. അത് നമുക്ക് അവിടെ അല്ല നമ്മളെ ഓൺ ഫെസിലിറ്റീസ്, വേറിട്ട ജോബില്ല, നമ്മളെ കൂടെയുള്ള ജോലികളാണ് നിലവിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ കമ്പനിയില്. അതിന് അവർക്ക് വലിയ കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 2-3 months ഒക്കെ അവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത് വരെയൊക്കെയുള്ള ഒരു ബേസിക് സപ്പോർട്ട്. നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് നമ്മളെ ബേർഡിങ്സ് നമുക്ക് എപ്പോഴും സ്റ്റാഫാണ് നമുക്ക് സ്ട്രെങ്ത്. അപ്പോൾ നമ്മളെ ആശയങ്ങളാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന അതെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഇനീഷ്യൽ ലെവലില് നമുക്ക് എങ്ങനെ അല്ലല്ല മാർക്കറ്റിംഗ് മാത്രമല്ല, നമുക്ക് ഡെലിവറി ബോയ്സ് വരുന്നുണ്ട്, നമ്മുടെ ഓഫീസ് വർക്കുകൾ വരുന്നുണ്ട്, അക്കൗണ്ട്സ് വരുന്നുണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്. ഇപ്പൊ കമ്പനി സെക്രട്ടറി വന്നപ്പോൾ നമുക്ക് ഡാറ്റ അനലൈസിംഗ് ആണ് നമ്മൾ ആദ്യം കൊടുത്തത്. നമ്മൾ നിലവിലുള്ള 3 മാസത്തെ ഡാറ്റ അനലൈസ് ചെയ്യും. അതെ അയാൾക്ക് എന്താണ് അപ്പോ അയാൾക്ക് വേണ്ട പിന്നെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ അയാളെ പ്രോട്ടീൻ ബാർ ഉപയോഗിക്കുന്ന ആരാണ്, നമ്മളെ ജിമ്മിലുള്ള ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്കാണ് ഇത് പ്രൊഡക്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഒരു ജിമ്മിന് ബാംഗ്ലൂർ പോലത്തെ ഒരു ജിമ്മിലേക്ക് ആക്സസ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഇനീഷ്യൽ സെയിൽസ് ക്വാളിറ്റി പോകണമെങ്കിൽ ഭയങ്കര റിജക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ജിമ്മിലേക്ക് വരുന്ന ഡെലിവറി വരുന്ന സമയത്ത് ഇയാൾ വിടുന്നു. അപ്പൊ ഇയാൾ ഞാൻ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് അവിടെ നെറ്റ്വർക്ക് ഓൺ ആയി, അയാൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റും, അയാൾ ആശയം പറയാൻ പറ്റും,
അപ്പൊ അവിടുത്തെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അവരെ സജഷൻ എടുക്കും. എന്നിട്ട് ഇപ്പൊ അയാൾ എന്ത് ചെയ്തു, 2 വൈറ്റ് ലാബിൽ മാനുഫാക്ചേഴ്സിന് വെച്ച് മാനുഫാക്ചർ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് അയാള് കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ഇത് ആശയം മാത്രം അയാൾ എന്ത് ചെയ്യാണ്, ഇതിന് വേണ്ടിയിട്ട് ആശയത്തിൽ മാത്രം നടക്കുക 6 മാസത്തോളം. ഇല്ല, അതെ അതെ അതെ, മാക്സിമം 6 മാസം ഞങ്ങൾ സമയം കാണും. അല്ല, ഞങ്ങള് ഞങ്ങളെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ഞങ്ങൾക്ക് ഓരോ പ്രൊജക്ടിന്റെ ഭാഗമാവുന്നുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ ഡെലിവറിക്ക് അയാൾ പോവാന്നുള്ളത് എന്താണ്, എങ്ങനെ അല്ല ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാ സീനിയർ പോസ്റ്റുകളിലും ഞങ്ങൾ ഓൺ ടീം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് ജോയിൻ ചെയ്തിട്ട് ഓരോ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക. കാരണം നമ്മൾ ഒരു അനുഭവിച്ച സ്ട്രഗിൾ ഉണ്ട് സ്റ്റാർട്ടിംഗ് പീരീഡിലല്ല. ആ ഒരു ഇതിന് സൊല്യൂഷൻ നടക്കും. ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് വരുന്ന എൻക്വയറീസിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിന് ആവശ്യമുള്ളവർ നമ്മൾ എന്ത് ചെയ്യും, പിക്ക് ചെയ്യും, അവർക്ക് റിസർച്ച് ചെയ്യും. 2-3 മാസം കഴിയുമ്പോൾ അവർക്ക് ക്ലാരിറ്റി കിട്ടി അവരുടെ കാര്യത്തിലോട്ട് ഇറങ്ങാൻ റെഡി ആകുമ്പോൾ മാക്സിമം 6 മാസമേ പറയുന്നുള്ളൂ. 3-4 മാസമൊക്കെ ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് ജോലി ഇല്ലാതെ നിൽക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ബാംഗ്ലൂർ പറഞ്ഞിട്ട് വരാൻ പറ്റും. അതിലും ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാംഗ്ലൂർ എത്തി ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് സൊമാറ്റോയിൽ ഓടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, സെപ്റ്റോയിൽ ഓടിയാൽ കിട്ടും, ഊബറിലെ വേക്കൻസി ഉണ്ട്, പല ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നല്ല ക്ലൗഡ് ആണ്, അവിടെ ഒരു ഷോപ്പ് തുടങ്ങാം. അതൊക്കെ ഇതിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാം. 2-3 മാസം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ പോരാം. അതിനൊക്കെയുള്ളൊരു ഓപ്ഷന്. പിന്നെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ആശയങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒന്നുകൂടി ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ ഫൈനാൻസ് ടീമിന്റെ അവർക്ക് അഡ്വൈസ് എടുക്കാൻ പറ്റും, മാർക്കറ്റിംഗ് ടീമിന്റെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒന്നുകൂടി ഓപ്പറേഷൻ ഹെഡിന്റെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് വർക്ക് ആവുന്നതിന്റെ ബിഹൈൻഡ് ദ സീനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വരുന്നവർക്ക് ഫൗണ്ടറെ കൂടെ വന്നിട്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഞാൻ